നെക്സ്റ്റ് സെക്ഷൻ 9.8 ലൈൻ ഇന്റഗ്രൽസ്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇതിന്റെ ഒരു ജനറലൈസേഷൻ ആണ് ലൈൻ ഇന്റഗ്രൽ. ഒരു കേർവിൽ ഡിഫൈൻഡ് ആയ ഫംഗ്ഷന്റെ അതിന്റെ ഡൊമെയിനിലെ ഡെഫിനിറ്റ് ഇന്റഗ്രലിനെയാണ് ലൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ലൈൻ ഇന്റഗ്രലിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് ഡിഫൈൻ ചെയ്യാം. ഒരു പ്ലെയിൻ കേർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ ആണ് x ഈക്വൽ ടു എഫ് ഓഫ് ടി, y ഈക്വൽ ടു ജി ഓഫ് ടി, വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വിചാരിക്കുക. കേർവ് സിയിലെ പോയിന്റ് ഓർഡേഡ് പെയർ എഫ് ഓഫ് എ കോമ ജി ഓഫ് എയെ ക്യാപിറ്റൽ എ എന്നും പോയിന്റ് ഓർഡേഡ് പെയർ എഫ് ഓഫ് ബി കോമ ജി ഓഫ് ബി എ ക്യാപിറ്റൽ ബി എന്നും ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സി ഒരു സ്മൂത്ത് കേർവ് ആവാനുള്ള കണ്ടീഷൻ എഫ് ഡാഷും ജി ഡാഷും ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ അവ രണ്ടും ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ സൈമിൾട്ടേനിയസ്ലി 0 ആയിരിക്കരുത്. അതായത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എഫ് ഡാഷ് ആൻഡ് ജി ഡാഷ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ നോൺ സീറോ ഫംഗ്ഷൻ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സി ഒരു സ്മൂത്ത് കേർവ് ആണെന്ന് പറയും. ദെൻ കേർവ് സി പീസ് വൈസ് സ്മൂത്ത് ആണെന്ന് പറയണമെങ്കിൽ ആ കേർവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കേർവ്സിനെ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവ് ആയിരിക്കണം. ദാറ്റ് ഈസ് സി ഈക്വൽ ടു C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര യൂണിയൻ Cn, വേർ C1 C2 എക്സെട്ര Cn ആർ സ്മൂത്ത് കേർവ്സ്. ഒന്നിൽ കൂടുതൽ സ്മൂത്ത് കേർവ്സ് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവ് അതാണ് പീസ് വൈസ് സ്മൂത്ത് കേർവ്. എല്ലാ സ്മൂത്ത് കേർവ്സും പീസ് വൈസ് സ്മൂത്ത് ആണ്. ബട്ട് എല്ലാ പീസ് വൈസ് സ്മൂത്ത് കേർവ്സും സ്മൂത്ത് ആവണമെന്ന് നിർബന്ധമില്ല. ബട്ട് അത്തരം കേർവ്സിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കേർവ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാൻ സാധിക്കും. ഇവിടെയുള്ള ഫിഗേഴ്സിൽ ഒരു സ്മൂത്ത് കേർവും സ്മൂത്ത് അല്ലാത്ത ഒരു പീസ് വൈസ് സ്മൂത്ത് കേർവും തന്നിട്ടുണ്ട്. C1 C2 C3 ഈ മൂന്ന് സ്മൂത്ത് കേർവ്സ് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവാണിത്. അതൊരു സ്മൂത്ത് കേർവ് അല്ല. ബട്ട് ആ കേർവിനെ മൂന്ന് സ്മൂത്ത് കേർവ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാൻ സാധിക്കും. ദെൻ പോയിന്റ്സ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും സെയിം ആണെങ്കിൽ സി ഒരു ക്ലോസ്ഡ് കേർവ് ആണെന്ന് പറയും. ഒരു ക്ലോസ്ഡ് കേർവ് അതിനെ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ക്ലോസ്ഡ് കേർവ്സിനെ സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സ് എന്ന് വിളിക്കും. ഇവിടെ സിമ്പിൾ അല്ലാത്ത ഒരു ക്ലോസ്ഡ് കേർവും സിമ്പിൾ ക്ലോസ്ഡ് കേർവും ഫിഗറിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേർവ് ഇറ്റ്സെൽഫ് അതിനെ ക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കേർവ് ആണ്. അതുകൊണ്ട് ആ കേർവ് സിമ്പിൾ അല്ല. സെക്കൻഡ് കേർവ് ക്ലോസ്ഡ് ആണ്, ബട്ട് ക്ലോസ് ചെയ്യുന്നില്ല. ഇത്തരം കേർവ്സിനെയാണ് സിമ്പിൾ ക്ലോസ്ഡ് കേർവ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ സി ഒരു ക്ലോസ്ഡ് കേർവ് അല്ലെങ്കിൽ ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കേർവിലെ പോയിന്റ്സ് വേരി ചെയ്യുന്ന അതല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ ആ കേർവിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം പ്ലെയിൻ കേർവ്സിനെ കുറിച്ചാണ്. ഇവിടെ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം സ്പേസ് കേർവ്സിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സ്പേസ് കേർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ x ഈക്വൽ ടു എഫ് ഓഫ് ടി, y ഈക്വൽ ടു ജി ഓഫ് ടി, z ഈക്വൽ ടു എച്ച് ഓഫ് ടി, വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കുക. ദെൻ ആ കേർവ് സ്മൂത്ത് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് ജി ഡാഷ് എച്ച് ഡാഷ് ഇവ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ നോൺ സീറോ ഫംഗ്ഷൻ ആയിരിക്കണം. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ആ ഇന്റർവെല്ലിലെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ റീമാൻ സം യൂസ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ഡിഫൈൻ ചെയ്തിരുന്നു. അവിടെ ആദ്യം ആ ഇന്റർവെല്ലിനെ n സബ് ഇന്റർവെൽസ് ക്ലോസ്ഡ് ഇന്റർവെൽ xi മൈനസ് 1 xi i ഈക്വൽ ടു 1 2 3 എക്സെട്ര n ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അവയുടെ ലെങ്ത് ഡെൽറ്റ xi ഈക്വൽ ടു xi മൈനസ് 1. ആ പാർട്ടീഷനെ p എന്ന് ഡിനോട്ട് ചെയ്യുന്നു.
ഇതുപോലെ ഇൻഫൈനൈറ്റ്ലി മെനി പാർട്ടീഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ഡെൽറ്റ എക്സ് ഐകളുടെ മാക്സിമത്തെയാണ് പാർട്ടീഷൻ പിയുടെ നോം എന്ന് പറയുന്നത്. പിയുടെ നോമിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ദാറ്റ് ഈസ് നോം പി എന്നുള്ളത് പാർട്ടീഷൻ പിയിലെ ലാർജസ്റ്റ് സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത്. ദെൻ ഓരോ സബ് ഇന്റർവെല്ലിൽ നിന്നും ഒരു സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ ചൂസ് ചെയ്യുന്നു. ദെൻ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവിനെ കറസ്പോണ്ടിങ് ഇന്റർവെല്ലിന്റെ ലെങ്ത്തുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇതുപോലെയുള്ള എൻ പ്രൊഡക്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് പാർട്ടീഷൻ പിക്ക് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷൻ എഫിന്റെ റീമാൻ സം. That is Riemann sum of f corresponding to the partition P is equal to summation over k equal to 1 to n f of xk star into delta xk. പാർട്ടീഷൻ പി വാരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് റീമാൻ സമ്മും വാരി ചെയ്യും. പാർട്ടീഷൻ പിയുടെ നോം ചെറുതാകും തോറും റീമാൻ സമ്മും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. റീമാൻ സമ്മിന്റെ നോം പി ടെൻഡിങ് ടു 0 ആകുമ്പോഴുള്ള ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. റീമാൻ സം യൂസ് ചെയ്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും പ്രാക്ടിക്കലി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രേഷന്റെ റൂൾസ് യൂസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തിട്ടാണ്. ഇതുപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽസിന്റെ കേസിലും കർവിന്റെ പാർട്ടീഷൻസ് യൂസ് ചെയ്ത് ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നു. ബട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സർട്ടൻ റൂൾസ് യൂസ് ചെയ്തിട്ടാണ് ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ലൈൻ ഇന്റഗ്രൽ എന്നുള്ളതിനേക്കാൾ കർവ് ഇന്റഗ്രൽ എന്ന നെയിമാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഡൊമൈൻ പ്ലെയിനിലെയോ സ്പേസിലെയോ കർവ്സ് ആണ്. അതിന്റെ ഒരു പെർട്ടിക്കുലർ കേസ് മാത്രമാണ് ലൈൻ. എന്നാലും ലൈൻ ഇന്റഗ്രൽ എന്നാണ് മോസ്റ്റ് കോമൺലി ഫോളോ ചെയ്യുന്നത്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഡൊമൈൻ എക്സ് വൈ പ്ലെയിനിലെ ഏതെങ്കിലും റീജിയൻ ആയിരിക്കും. കർവ് സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും റീജിയനിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് വിചാരിക്കുക. കർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നും വിചാരിക്കുക. ദെൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ പാർട്ടീഷൻ a equal to t0 less than t1 less than t2 less than etc less than tn equal to b ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കർവ് സി യെ ലെങ്ത് ഡെൽറ്റ എസ് കെ ഉള്ള n സബ് ആർക്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഇവിടെ ഡെൽറ്റ എസ് കെ ഈക്വൽ ടു ഇന്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ്. ഇവിടെയുള്ള ഫിഗറിൽ ഒരു ആർബിട്രറി കർവിന്റെ എ മുതൽ ബി വരെയുള്ള പോർഷനെ സബ് ആർക്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആർബിട്രറി ആയിട്ടുള്ള കേത്ത് സബ് ആർക്കിന്റെ എക്സ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ഒരു ഇന്റർവെൽ ആയിരിക്കും. അത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ ഒരു സബ് ഇന്റർവെൽ ആയിരിക്കും. അതിന്റെ ലെങ്തിനെ ഡെൽറ്റ എക്സ് കെ എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ കേത്ത് സബ് ആർക്കിന്റെ വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷന്റെ ലെങ്തിനെ ഡെൽറ്റ വൈ കെ എന്നും ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ പാർട്ടീഷൻ പിയുടെ നോമിനെയോ അതല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ സിയുടെ പാർട്ടീഷനിലെ ലോങ്സ്റ്റ് സബ് ആർക്കിന്റെ ലെങ്തിനെയോ നോം പി എന്ന് ഡിനോട്ട് ചെയ്യുക. ഓരോ സബ് ആർക്കിൽ നിന്നും ഒരു സാമ്പിൾ പോയിന്റ് ഓർഡേഡ് പെയർ എക്സ് കെ സ്റ്റാർ കോമ വൈ കെ സ്റ്റാർ ചൂസ് ചെയ്യുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയി 3 സമ്മുകൾ ഫോം ചെയ്യുന്നു. ഫസ്റ്റ് വൺ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n g of x k star comma y k star into delta x k. Second one summation over k equal to 1 to n g of x k star into y k star into delta y k. And third one summation over k equal to 1 to n g of x k star comma y k star into delta s k. Z ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട്
മൂന്ന് ടൈപ്സ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഒരെണ്ണം വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ, ആൻഡ് തേർഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എസ്. അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് സംസ് ഫോം ചെയ്തത്. ഇനി നമുക്ക് പ്ലെയിനിലെ ലൈൻ ഇന്റഗ്രൽസ് ഫോർമലായിട്ട് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ 9.8.1 ലൈൻ ഇന്റഗ്രൽസ് ഇൻ ദി പ്ലെയിൻ. Let G be a function of two variables x and y defined on a region of the plane containing a smooth curve C. Then first one, the line integral of G along C from A to B with respect to x is integral over C G of xy dx equal to limit norm p tending to 0 summation over k equal to 1 to n G of xk star comma yk star into delta xk. Second one, the line integral of G along C from A to B with respect to y is integral over C G of xy dy equal to limit norm p tending to 0 summation over k equal to 1 to n G of xk star comma yk star into delta yk. And third one, the line integral of G along C from A to B with respect to arc length is integral A to B G of xy ds equal to limit norm p tending to 0 summation over k equal to 1 to n G of xk star comma yk star into delta sk. G ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ മൂന്ന് ലിമിറ്റുകളും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലെ സെയിം കോൺസെപ്റ്റ് തന്നെ. ഇനി നമുക്ക് പ്രാക്ടിക്കലി ഈ മൂന്ന് ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാരാമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കർവിനെ ഡിഫൈൻ ചെയ്യുമ്പോഴും എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കർവിനെ ഡിഫൈൻ ചെയ്യുമ്പോഴും ഈ ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യം പാരാമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കർവ് സിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ ലൈൻ ഇന്റഗ്രൽസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കുക. ദെൻ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി. ഇതിൽ നിന്നും ഡിഫറൻഷ്യൽ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഡി വൈയെ ജി ഡാഷ് ഓഫ് ടി ഡി ടി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഡെൽറ്റ എസ് കെ ഈക്വൽ ടു ഇന്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി ആയതുകൊണ്ട് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്താൽ ഡിഫറൻഷ്യൽ ഡി എസിന് പകരം റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് യൂസ് ചെയ്യാമെന്ന് കിട്ടും. അതുപോലെ ഇന്റഗ്രാൻഡിലെ എക്സ് ആൻഡ് വൈകളെ റെസ്പെക്റ്റീവ്ലി എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ഇവ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്ന് ലൈൻ ഇന്റഗ്രൽസും ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഫോളോയിങ് ഫോർമുലാസ് കിട്ടും. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. സെക്കൻഡ് വൺ, ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു integral a to b g of f of t comma g of t into g dash of t dt. And third one, integral over c g of xy ds equal to integral a to b g of f of t comma g of t into root of f dash of t square plus g dash of t square dt. കർവ് സിയുടെ പാരാമെട്രിക് ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. തേർഡ് ഇന്റഗ്രലിലുള്ള ഡിഫറൻഷ്യൽ ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയറിനെ ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും. നമുക്ക് എക്സാമ്പിളിലൂടെ ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവാലുവേറ്റ് ഫസ്റ്റ് വൺ, integral over c xy square dx. Second one, integral over c xy square dy. And third one, integral over c xy square ds on the quarter circle c defined by x equal to 4 cos t, y equal to 4 sin t, where 0 less than or equal to t less than or equal to pi by 2.
XY പ്ലെയിനിലെ 4 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള ഒറിജിൻ സെന്റർ ആയിട്ടുള്ള ക്വാർട്ടർ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ടിയുടെ വേരിയേഷൻ 0 മുതൽ π/2 വരെയാണ്. ടിയുടെ വേരിയേഷൻ 0 to π ആണെങ്കിൽ അത് സെയിം റേഡിയസ് ഉള്ള സെമി സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ടിയുടെ വേരിയേഷൻ 0 to 2π ആണെങ്കിൽ സർക്കിൾ കംപ്ലീറ്റ് ആകും. ദെൻ തന്നിട്ടുള്ള കേവിലൂടെയുള്ള g(xy) ഈക്വൽ ടു x × y² എന്ന ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽസ് ആണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ x ഈക്വൽ ടു 4 cos t, y ഈക്വൽ ടു 4 sin t. സോ ഡിഫറൻഷ്യൽ dx ഈക്വൽ ടു f' dt which is equal to -4 sin t dt. Differential dy equal to g' dt equal to 4 cos t dt. And differential ds equal to root of f' square plus g' square dt which is equal to root of -4 sin t whole square plus 4 cos t whole square dt which is equal to root of 16 sin square t plus 16 cos square t dt which is equal to root 16 dt, that is 4 dt. ഇവിടെ g(xy) ഈക്വൽ ടു x × y² ആയതുകൊണ്ട് x-ന് പകരം 4 cos t, y-ക്ക് പകരം 4 sin t ഇവ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ g(f(t), g(t) ഈക്വൽ ടു 4 cos t × 4 sin t whole square എന്ന് കിട്ടും. That is 64 cos t sin square t. ടിയുടെ വേരിയേഷൻ 0 to π/2 ആണ്. സോ a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു π/2. ഇനി നമുക്ക് ഓരോ ലൈൻ ഇന്റഗ്രൽസും ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഓവർ c x × y² dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b g(f(t), g(t) into f' dt which is equal to integral 0 to π/2 64 cos t into sin square t into -4 sin t dt which is equal to -256 into integral 0 to π/2 sin cube t into cos t dt. ഈ ഇന്റഗ്രൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാം. Put u equal to sin t, then du equal to cos t dt. When t equal to 0, u equal to sin 0 which is equal to 0. When t equal to π/2, u equal to sin π/2 which is equal to 1. So integral over c x × y² dx equal to -256 into integral 0 to 1 u cube du which is equal to -256 into u raised to 4/4. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ which is equal to -64. സോ ഇന്റഗ്രൽ ഓവർ c x × y² dx equal to -64. ഇനി സെക്കൻഡ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ c x × y² dy equal to integral a to b g(f(t), g(t) into g' dt which is equal to integral 0 to π/2 64 cos t into sin square t into 4 cos t dt which is equal to 256 into integral 0 to π/2 sin square t into cos square t dt. 2 sin t cos t equal to sin 2t ആണെന്ന് നമുക്കറിയാം. So sin t cos t equal to 1/2 sin 2t which implies sin square t into cos square t equal to 1/4 sin square 2t. So integral over c xy² dy equal to 256 into integral 0 to π/2 1/4 into sin square 2t dt. Then sin square 2t ക്ക് പകരം 1/2 into 1 minus cos 4t എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ which is equal to 64 into integral 0 to π/2 1/2 into 1 minus cos 4t dt which is equal to 32 into integral 0 to π/2 1 minus cos 4t dt.
വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 32 ഇൻറ്റു ടി മൈനസ് 1/4 സൈൻ 40 എന്ന് കിട്ടും. ടിയുടെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു π/2 മൈനസ് 0 മൈനസ് ഓഫ് 1/4 ഇൻറ്റു സൈൻ 2π മൈനസ് സൈൻ 0. സൈൻ 2πയും സൈൻ 0യും 0 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 16π. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു വൈ സ്ക്വയർ dy ഈക്വൽ ടു 16π. ഇനി തേർഡ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു π/2 64 cos t into sin square t into 4 dt which is equal to 256 into integral 0 to π/2 cos t into sin square t dt. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. പുട്ട് u ഈക്വൽ ടു സൈൻ ടി, then du ഈക്വൽ ടു cos t dt. when t equal to 0, u equal to sin 0 which is equal to 0. when t equal to π/2, u equal to sin π/2 which is equal to 1. So integral over c x into y square ds equal to 256 into integral 0 to 1 u square du which is equal to 256 into 1/3 into u cube. യുടെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 256/3. ഇതുപോലെയാണ് ഒരു കർവിന്റെ പാരാമീറ്ററൈസേഷൻ തന്നാൽ ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്.